ഹലോ ജോസഫ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ വിക്രമിൻ്റെ നിരപരാധിത്വത്തെക്കുറിച്ച് സംസാരിക്കുന്ന വേദയുടെ വീട്ടുകാരെയാണ്. എന്നാൽ അത് ഒട്ടും തന്നെ ശ്രീകാന്തിന് ഇഷ്ടപ്പെടുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ചായക്കടയിൽ കയറി ചായ കുടിക്കുന്ന വിക്രമിനെയും വേദയുമാണ്. വിക്രമിനെ കണ്ടതും ചായക്കടയിൽ ഉള്ളവർ കുറ്റം തെളിഞ്ഞതിനെ പറ്റി പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വീട്ടിലേക്ക് എത്തിയ വേദയെയും വിക്രമിനെയുമാണ്. വിക്രം വേദയോട് താങ്ക്സ് പറഞ്ഞുകൊണ്ട് വീടിന്റെ മുറ്റത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. അവരെ കണ്ടതും വീട്ടുകാരെല്ലാം പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. സുധാകരനെ കണ്ടതും വേദ പറയുന്നുണ്ട്, വിക്രം തന്റെ ഭർത്താവ് ആയതുകൊണ്ട് മാത്രമല്ല അയാളെ വിശ്വസിച്ചത് എന്നും, മറിച്ച് വിക്രം സുധാകരൻ മാഷിന്റെ മകനായതുകൊണ്ടാണ് എന്നും. ഇത് കേട്ട സുധാകരൻ പിന്നെയും വിക്രമിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. അത് കഴിഞ്ഞതും പുറത്തെ പറമ്പിൽ പോയി ദേഷ്യത്തോടെ പണിയെടുക്കുകയാണ് സുധാകരൻ. പിന്നീട് കാണിക്കുന്നത് വിക്രമിന് ചായയുമായി വന്ന വേദയാണ്. ചിരിച്ചുകൊണ്ട് ആ ചായ കുടിക്കുകയും വേദയോട് സോറി പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്തിനെ കാണാൻ വേണ്ടി വന്ന ചന്ദ്രശേഖരനെയാണ്. ശ്രീകാന്തും ചന്ദ്രശേഖരനും വിക്രമിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അച്ചമ്മ അവർ പറയുന്നത് കേൾക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് അവിടേക്ക് ശങ്കരനാരായണൻ വരുന്നത്. അപ്പോൾ ചന്ദ്രശേഖരന്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയും വർഷയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെന്നും പറയാണ്. ഇത് കേട്ട് എല്ലാവരും കൂടി ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഇതോടുകൂടി പവിത്രത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡായിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.